വെല്ലുവിളിയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ഉദാത്തമായ കാര്യം നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും അവരെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ടുള്ള വിശേഷം നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിശ്ശേരി അച്ഛനെയും നമ്മുടെ സഭയിൽ നിന്നും വിശ്വാസം നമുക്ക് കൈമാറിക്കൊണ്ട് നമുക്ക് മുമ്പേ കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധനെ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവിനുള്ളിയ കൽപ്പന തിരുനാളിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം.
നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദർശനം എവിടെ? മരണത്തിന്റെ ദർശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഈശോ ബെഥാനിയായി ചെന്നപ്പോൾ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന്റെ സമീപ പ്രദേശത്ത് തന്നെയായിരുന്നു. അവിടേക്ക് ഏകദേശം 15 സ്ഥാനങ്ങൾ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാനായി പല യൂതന്മാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈശോ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്നത് അവിടുത്തെ എതിരേൽക്കാൻ പുറപ്പെട്ടു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. മർത്ത ഈശോയോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. എന്നാൽ അങ്ങ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് എന്തും ദൈവം അങ്ങേക്ക് നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. ഈശോ അവളോട് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത അവിടുത്തോട് പറഞ്ഞു, അന്തിമ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഈശോ അവളോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരുന്ന ദൈവസുതനായ മെസ്സിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈംഗികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണയെ വലങ്കി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ തിരുമുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും എന്നേക്കും.
കുറഞ്ഞ വിശ്വാസം
വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനങ്ങളോടുകൂടെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം നൽകുവിൻ. ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ
നമ്മളിന്ന് ഇവിടെ റോറൽ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് കൂടിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട റോറൽ ഫാദർ തരീനച്ഛൻ, റോറൽ ഫാദർ ഈനാസ് ചിത്രപ്പള്ളി, നമ്മുടെ ചെയർമാൻ മത്തായി വർക്കി മുതിരന്തി സാറ്, ജനറൽ കൺവീനർ ജോയ് ജോർജ് വെട്ടിക്കൽ, ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ സഹോദരൻ ദേവസ്യ ചേട്ടൻ, ഇന്ന് നമ്മളിവിടെ നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ ചർച്ച് സഭയിൽ നമ്മൾ 4-5 വർഷമായിട്ട് നമുക്ക് സഭ നിർദ്ദേശിച്ച കുർബാനയൊന്നും കിട്ടാറില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ രൂപതയിൽ നമ്മളോടൊപ്പം ധൈര്യപൂർവ്വം നിന്ന 2-3 അല്ലെങ്കിൽ 10-ൽ താഴെ അച്ഛന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. അവസാന നിമിഷം വരെ നമ്മളോടൊപ്പം പൊരുതി നിന്ന റവറൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ ഇപ്പോൾ നമ്മുടെ അങ്കമാലിക്കടുത്ത് എളവൂർ പള്ളിയിൽ, അദ്ദേഹത്തിന് ഭൗതിക ശരീരം മാത്രമേ അവിടെയുള്ളൂ. അദ്ദേഹം തീർച്ചയായിട്ടും സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളെല്ലാ എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ ആളുകൾ മരിച്ച ആളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ തലേദിവസമൊക്കെ മരണം നടക്കുന്നെങ്കിൽ നമ്മളവിടെ ഫ്രീസർ വെച്ചിരുന്ന ബോഡിയുടെ ചുറ്റുമൊക്കെ പോയി കണ്ടു. ആ വീടിൻ്റെ പരിസരത്തൊക്കെ നടന്നു കഴിയുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഒഴിഞ്ഞ കസേരകളിലേക്ക് ഇരുന്ന് പലരും സങ്കടത്തോടുകൂടി കരയുന്ന കാണാം. കാരണം ആ മരിച്ച വ്യക്തിയുമായിട്ട് വളരെയധികം ഒരു സംഘടനത്തിൽ, അതായത് വഴക്കും, സ്വന്തം സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കും, വഴക്കും ജീവിതകാലത്ത് മുഴുവൻ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും അവർക്കെല്ലാം ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവരോട് വളരെയധികം സഹതാപവും സങ്കടവും തോന്നാറുണ്ട്. പക്ഷേ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ മരിച്ചപ്പോൾ നമ്മുടെ സഭാ നേതൃത്വം എന്താണ് ചെയ്തത്? ശരിക്കും സഭാ നേതൃത്വം അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറിയത്. അത് വളരെയധികം സങ്കടകരമാണ്. സാധാരണ ജനം പോലും ഒരു പശ്ചാത്തലത്തോടുകൂടി, വളരെ വിഷമത്തോടുകൂടി അത് കാണുമ്പോൾ നമ്മുടെ സഭയിലെ ഉന്നതരായ പലരും അച്ഛന് വേണ്ട ശുശ്രൂഷകൾ നൽകുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ നമ്മളെല്ലാവരും ഇന്നിവിടെ അച്ഛൻ്റെ ബഹുമാനാർത്ഥത്തോടെ കൂടിച്ചേരുകയും ഈ സായാഹ്നത്തിൽ ഇത്രയും വർക്കൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു. ഇത്രയും ആളുകൾ കൂടി തന്നെ വളരെ സന്തോഷകരമാണ്. ഇന്നിവിടെ കൂടിയ ആളുകളുടെ കണക്കെടുക്കാൻ വരെ ആളുകൾ വന്നിരുന്നു. ഞാനധികം നീട്ടുന്നില്ല. നമ്മുടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ ഇരിക്കുന്ന പലർക്കും എന്നെ പരിചയമില്ലായിരിക്കും, കാരണം പല സ്ഥലങ്ങളിലും വെച്ച് എന്നെ കണ്ടിട്ടില്ലായിരിക്കും, സമരമുഖത്ത് കണ്ടിട്ടുണ്ടാകില്ല. അപ്പൊ ഇവൻ ആരാണ് എന്ന് തോന്നുന്ന കുറച്ച് ആളുകളെങ്കിലും ഇവിടെയുണ്ട്. നമ്മള് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പിള്ളേരെ തല്ലാനായിട്ട് വടിയൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ അത് അലമാരിയുടെ മുകളിലോ തടിന് മുകളിലൊക്കെ വയ്ക്കും. അതുപോലെ
ഈ ജോയ് സാറും മത്തായി സാറും സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ. ഏതായാലും ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. എൻ്റെ പേര് ടോമി ജെ പറമ്പിൽ. ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ നടത്തുന്ന ആളാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ബഹുമാന്യനായ ഞങ്ങളുടെ ഏറ്റവും ആദരണീയനായ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെയധികം സഹായിച്ച സഭയോടൊപ്പം ധീരമായി നിലകൊണ്ട റവറൻഡ് ഫാദർ തരിഞ്ഞാടിത്തച്ഛനെ ഈ യോഗത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായിട്ട് റവറൻഡ് ഫാദർ ഈനാസ് ചിറ്റിലപ്പള്ളി അച്ഛനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഇനി നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മത്തായി സാറാണ്, നമ്മുടെ ചെയർമാനാണ്. നമുക്ക് വേണ്ടി ഭയങ്കര ശക്തമായിട്ട് ആരെയും കൂസാതെ എടാന്ന് വിളിച്ച പോടാന്ന് പറയും, മത്തായി എന്ന് വിളിച്ച് എന്തോ എന്ന് വിളി കേൾക്കുന്ന മത്തായി സാറിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് ഒരു ഗർജിക്കുന്ന സിംഹമാണ്, അഡ്വക്കേറ്റ് ജോയ് ജോർജ് വെട്ടിക്കൽ. അത് അതിനേക്കാൾ ഇച്ചിരി കൂടിയ സൈസാണ്. ശരിക്കും ഈ 3-4 വർഷം ഞങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് നിന്നത് ഇവരുടെ രണ്ടുപേരുടെയും പിന്നെ കുറെ ഇവിടെ ആളുകളുടെയൊക്കെ പിന്നിൽ ഇവരുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പേരിലാണ്. അദ്ദേഹത്തെ ജോയ് ജോർജ് വെട്ടിക്കൽ സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ദേവസ്വനാണ്, ജോർജ് നെല്ലിശ്ശേരി അച്ഛന്റെ സഹോദരനാണ്. ആ പുണ്യാത്മാവിന്റെ സഹോദരനായിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തെ ദേവസ്വനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു. പിന്നെ എന്റെ പുറകിൽ ഒരാൾ പതുങ്ങിയിരിപ്പുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം സൂത്രധാരകൻ. ഈ ജോയ് സാറും മത്തായി സാറും ഒക്കെ ഇവിടെ നിന്ന് കളിച്ചാലും വളരെ സൈലന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കമ്പനി വലിയ മാനേജ്മെന്റ് വിദഗ്ധനാണ് ഇദ്ദേഹം. ആദ്യം എനിക്കറിയുന്നത് ജോസഫ് എബ്രഹാം എന്നൊരു കൊച്ചു പയ്യൻ, വളരെ മര്യാദയ്ക്ക് നിൽക്കുന്നു, പക്ഷെ ഭയങ്കര ബോംബാണ്. അദ്ദേഹം ഒരു വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേരള തമിഴ്നാട് ചാർജുള്ള മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇവിടെ നിയമിതനായി. അതിനെ നമുക്ക് വളരെയധികം സന്തോഷകരമാണ്. അദ്ദേഹത്തെ ജോസഫ് എബ്രഹാത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. പിന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഉണ്ട്. നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ എറണാകുളം അതിരൂപത ജനറൽ സെക്രട്ടറി നമ്മുടെ ബേബി പൊട്ടനാനി, നേതാക്കന്മാർ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്താറുള്ള ടോം, സീലിയ, നമ്മുടെ ജൂലി, വിൽസൺ വടക്കഞ്ചേരി, മിക്കവരുടെ പേരുകൾ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ പ്രധാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. അങ്ങനെ നിങ്ങളാരും വിചാരിക്കണം നിങ്ങൾ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറയരുത്. നമ്മുടെ ജൂലിയുടെ മനോഹരമായ ഗാനമായിരുന്നു, അത് നിങ്ങളെല്ലാവരും അഭിനന്ദിക്കേണ്ടതാണ്. പിന്നെ ഇന്നിവിടെ കുർബാന അർപ്പിക്കാൻ വന്ന അച്ഛന്മാര്, ഇന്ന് നമുക്ക് കുർബാന അർപ്പിക്കാനും ഈ ഹാളും വിട്ടു തന്ന നമ്മുടെ സെന്റ് റീസസ് മോണാസ്ട്രിയിലെ അച്ഛന്മാര്, എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മോടൊപ്പം എന്നും സഭയോടൊപ്പം നമുക്കൊക്കെ ധൈര്യം പകർന്നുകൊണ്ട് നമ്മുടെ കൂടെ ശക്തനായ എന്നൊരു വ്യക്തിത്വമായിരുന്നു നെല്ലിശ്ശേരി അച്ഛൻ. നമുക്കെല്ലാവർക്കും അറിയാം, നെല്ലിശ്ശേരി അച്ഛൻ്റെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ചെന്നപ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായ സംഭവം ഉണ്ടായത്, ഏകദേശം 380ഓളം വൈദികരുണ്ടായിട്ട് അച്ഛൻ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടുവന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം ആ ചെകുത്തമ്മാരിലൂടെ നല്ല ശതമാനം ആൾക്കാർ ആ ശവസംസ്കാരത്തിൽ പോലും പങ്കെടുക്കുന്നില്ല. അത്ര സംസ്കാരമുള്ളവർക്ക് അത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കിയ സംഭവങ്ങളാണ്. അന്ന് മുതൽ നമ്മൾ തീരുമാനിച്ചതാണ്, തീർച്ചയായിട്ടും നെല്ലിശ്ശേരി അച്ഛൻ്റെ ഒരു അനുസ്മരണം നല്ല രീതിയിൽ നമ്മൾ നടത്തണം. ഈ 14ഓളം വർഷം അച്ഛൻ്റെ കൂടെ താമസിച്ചിട്ട് പോലും, അച്ഛൻ്റെ കൂടെ പഠിച്ചിട്ട് പോലും ഇപ്പന്മാരൊന്നും നന്നാകാതെ ഒരു ശവസംസ്കാരത്തിന് പോലെ വരാതിരുന്നൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു 5-6 ദിവസം ഷോക്ക് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അച്ഛൻ്റെ ബ്രദർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രദറിനോട് ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ സഹകരണമൊക്കെയാണ് ഞങ്ങളെ ഇതിനെ ശക്തിപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നെല്ലിശ്ശേരി ഫാമിലിയോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് അച്ഛൻ്റെ കൂടെ ദീർഘകാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ തരിഞ്ഞാടത്തച്ഛൻ. അച്ഛൻ തീർച്ചയായിട്ടും നല്ലൊരു അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടന്നതായിരിക്കും. അച്ഛൻ അതിനുവേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്തായി മുതലേജി സാറ്, ഏറ്റവും ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജോയ് ജോർജ് സാറ്, ബഹുമാനപ്പെട്ട ചിറ്റിലപ്പള്ളി അച്ഛൻ, നെല്ലിശ്ശേരി അച്ഛൻ്റെ സഹോദരനായ ശ്രീ ദേവസ്തി,
അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്ററായ ജോസഫ് പി എബ്രഹാം, സദസ്സിലും വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ എറണാകുളം തിരുവതയുടെ ഒരു ക്രോസ് സെക്ഷനായിട്ടാണ് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള, എല്ലാ തുറകളിലുള്ള നാനാ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും വിശ്വാസത്തിന് വേണ്ടിയിട്ട് ധീരതയോടുകൂടി നിൽക്കുവാനായിട്ട് സന്മനസ് കാണിച്ച ഒരു സമൂഹത്തിന് മുമ്പിൽ നിൽക്കുവാൻ അതിയായ അഭിമാനവും സന്തോഷവും. പലരുടെയും മനസ്സിലെ ആകുലതകൾ, ഇതെന്ന് ശരിയാകും, ഇതെത്ര നാൾ നീണ്ടുപോകും, സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും കട്ടായമായിട്ടും പറയാൻ പറ്റും, നമ്മുടെ സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് എൻഡോഴ്സ് ചെയ്തതുമായ ആ ഏകീകൃത കുർബാന നമ്മുടെ സഭയിൽ നടപ്പാകും എന്നുള്ളത് ഞാൻ അന്നും ഇന്നും എന്നും അത് പറയുന്നതിന്റെ കാരണം വെറുതെ വിടുവായുത്തം പറയുന്നതല്ല, അതിൻ്റെ ഉറപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എത്ര സമയമെടുക്കും നമുക്ക് എപ്പോഴും അറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് വേണം, പെട്ടെന്ന് കിട്ടണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതല്ലാതെ ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. റോം വളരെ വ്യക്തമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വേരിയന്റ്, ലിറ്റർജിക്കൽ വേരിയന്റ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 140 കൂടുതൽ കോടി വിശ്വാസികളുണ്ട്. ഇപ്പോൾ ഇന്ന് കുർബാന അർപ്പിച്ച വൈദികൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് നല്ല നിശ്ചയമില്ല, അദ്ദേഹം CMI സഭയിലെ കോയമ്പത്തൂർ പ്രൊവിൻസിൽപ്പെട്ട ആളാണ്, തൃശ്ശൂർ പ്രൊവിൻസിൽപ്പെട്ട ആളാണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടെ ഫ്ലറിഷിങ് തഴച്ചു വളരുകയാണ് കത്തോലിക്ക സഭ. അവിടെ ഓരോ ട്രൈബിനും അവർക്ക് ഓരോ രീതിയാണ്, അവരും ആവശ്യപ്പെടുന്നത് ഓരോ കുർബാന. അപ്പൊ കത്തോലിക്ക സഭയുടെ പൊതുവായിട്ടുള്ളൊരു പോളിസി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് കത്തോലിക്ക സഭയിൽ ഉണ്ടാകില്ല. കാരണം നമ്മുടെ ഈ സംഘടനയുടെ തന്നെ പേര് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എന്നാണ്. കത്തോലിക്ക സഭയിൽ 24 വ്യക്തിസഭകളുണ്ട്. ഒരു സഭയാക്കുന്നത് ആ സഭയുടെ ആരാധനക്രമമാണ്, ലിറ്റർജി. ലത്തീൻ സഭയിൽ ലോകമെങ്ങും പോയാലും അവിടെ ഒരു ലിറ്റർജിയാണുള്ളത്. അതുപോലെ പൗരസ്ത്യ സഭകളിലെല്ലാം നമ്മുടെ സിറോ-മലബാർ സഭയ്ക്കും ഒരു ലിറ്റർജിയാണ്. അതൊരു രൂപതയ്ക്കും എത്ര ശക്തമായ രൂപതയാണെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഇല്ല. അത് വത്തിക്കാൻ വളരെ വ്യക്തമായിട്ട് എഴുതി തള്ളിയിട്ടുള്ള കാര്യമാണ്. ഇനി എന്തെല്ലാം അതിൻ്റെ പുറകിൽ ചരടുകൾ വലിച്ചാലും അത് സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഈ അതിരൂപതയുടെ മക്കൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ വർഷങ്ങളോളം വിചിന്തനങ്ങൾക്ക് ശേഷം നമുക്ക് സഭ, സിറോ-മലബാർ സഭ മാത്രമല്ല പൗരസ്ത്യ സഭകളൊക്കെ ഗ്രോയിങ് ചർച്ചാണ്, ഇവോൾവിങ്. ആ ബൗണ്ടറികൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ പണ്ട് നമുക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് സഭ ഗ്രോയിങ് ചർച്ച് എന്ന് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചു കാലം ഇങ്ങനെ കുർബാനയിലൊക്കെ മാറ്റങ്ങൾ വന്നു. സിനഡ് വളരെ വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ആ തീരുമാനം കൈക്കൊണ്ടത്. 55 ബിഷപ്പുമാരിൽ 54 പേരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒപ്പിട്ട് എഴുതി വത്തിക്കാൻ കൊടുത്തത് ഇനി അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു മാർപ്പാപ്പ തീരുമാനിച്ചൊരു കാര്യം വേറൊരു മാർപ്പാപ്പയ്ക്കും അതും തിരിച്ചും എഴുതാൻ പറ്റില്ല. അത്രയും ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. പിന്നെ കുറച്ച് നമുക്ക് ലാഗ് ചെയ്യിപ്പിക്കാനും കുറച്ച് നീട്ടിക്കൊണ്ട് പോകാനും നിങ്ങൾക്ക് ഒരു പക്ഷേ സാധിച്ചേക്കാം. ഞാനിത് ആമുഖമായിട്ട് പറയാൻ കാരണം പലർക്കും ഒരു ആശയക്കുഴപ്പം, ഇത് എന്ന് തീരും, എന്ന് ശരിയാകും. ദൈവത്തിൻ്റെതായ പദ്ധതികളും സമയമുണ്ട്. നമുക്കാണ് ഇന്നലെയും അല്ലെങ്കിൽ ഇന്ന് നാളെ മറ്റന്നാൾ എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് 1000 വർഷവും ഒരു ദിവസം പോലെയാണെന്നാണ് വചനം പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടി പ്രതിസന്ധികളുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ ശുശ്രൂഷകൾ ചിലപ്പോൾ നടത്താൻ പറ്റുന്നില്ല. മത്തായി സാറിൻ്റെ ചില വോയിസുകളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അത് അദ്ദേഹം ഒരു പ്രതിനിധിയായിട്ട് പറയുന്നതാണ്. ഈ വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ നെല്ലിശ്ശേരി മരിച്ചതിന് ശേഷം വളരെ ഈ സദസ്സിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, എൻ്റെ വിൽ പോലും മാറ്റി എഴുതാൻ നിർബന്ധിതനായി. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
ഇത് സിനഡ് 2021 ആ സമയത്ത് തീരുമാനിച്ചപ്പോൾ എറണാകുളം തിരുപ്പതിയിലെ മഹാഭൂരിപക്ഷ അച്ഛന്മാരും ഇതിനെപ്പറ്റി ലീസ്റ്റ് ബോധയില്ല. അതൊരു വിഷയമായിരുന്നില്ല അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ 6-7 മാസം കുർബാന അർപ്പിക്കാൻ ഒരു പ്രയാസമില്ലാതെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ചില കുബുദ്ധികൾ തീരുമാനിച്ചു, അവരങ്ങനെ പറഞ്ഞു വിട്ടാൽ പറ്റില്ലല്ലോ. അന്ന് ഞങ്ങളുടെ കൂടെ അച്ഛന്മാർ നല്ലൊരു ഗണം അച്ഛന്മാർ ഉണ്ടായിരുന്നു. അതിൽ പലരും ഇപ്പോൾ അതിൽ ജോർജ് നെല്ലിശ്ശേരി അച്ഛന് മുമ്പായിട്ട് ജോർജ് നേരവീട്ടിൽ അതിൻ്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു. അപ്പോൾ അവർക്ക് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പക്ഷികൾ ദേശാടന പക്ഷികൾ പറക്കുമ്പോൾ ആദ്യം പോകുന്ന പക്ഷികൾ ചിലപ്പോൾ ലക്ഷ്യം എത്തണമെന്നില്ല. ആ ലക്ഷ്യത്തിന് മുമ്പ് ആ പക്ഷികൾ ചിറകറ്റ് വീഴാനും അതിൻ്റെ സാധിക്കും എന്ന് കരുതിക്കൊണ്ട് പുറകെ വരുന്ന പക്ഷികൾ ഒരിക്കലും യാത്ര അവസാനിപ്പിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രകൃതി നൽകുന്നൊരു പാഠമാണ്. അപ്പോൾ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം കോട്ടയം പടുവാ സെമിനാരിൽ പഠിക്കുകയും അഗാധമായ പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം വളരെ ആധികാരികമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും എഴുതുകയും പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഞങ്ങളൊക്കെ വെറുതെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ലത്തീൻ സെമിനാരികളിലാണ്. അപ്പോൾ എനിക്കിതിനെപ്പറ്റിയുള്ള ബോധ്യം വന്നത് പിന്നീടുള്ള വായനകളും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ക്ലാസ്സുകളും അതുപോലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈനാശോത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ ഒരുപാട് വായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ബോധ്യങ്ങൾ. അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും അപകടങ്ങളും ഇങ്ങനെയൊക്കെ സ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ ഈ അനുസ്മരണ യോഗത്തിൽ ബഹുമാനപ്പെട്ട നെല്ലിശ്ശേരിയത്തിൽ നമുക്കൊരു മാർഗദീപമായിരുന്നു. മുമ്പേ പറന്നുപോയ ഒരു ദേശാടന പക്ഷിയായിരുന്നു അദ്ദേഹം. കവികൾ പാടിയിട്ടുണ്ട്, മരിച്ചുപോയവർ ഭാഗ്യവാന്മാർ. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിലും അതുപോലെ ഈ ഇവിടുത്തെ പ്രയാസങ്ങളും ഇല്ലാതെ ദൈവസന്നിധിയിലെ ഞാൻ അസൂയപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റി ഓർക്കുമ്പോഴും. കാര്യം അല്പം ആരോഗ്യ പ്രശ്നത്തിൽ ഉണ്ടായെങ്കിൽ അദ്ദേഹം അത് നെഗ്ലക്ട് ചെയ്തിരുന്നു. യാതൊരു അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ രാവിലെ കുർബാന അർപ്പിച്ചു. അന്ന് അല്പം വീക്കായി ആശുപത്രി കൊണ്ടുപോയി ആള് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, ഒരു വൃക്ഷം എവിടേക്ക് ചാഞ്ഞു നിൽക്കുന്നുവോ ആ വൃക്ഷം അങ്ങോട്ട് വീഴുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയൊരു വ്യക്തിത്വമായിരുന്നു നെല്ലിശ്ശേരി അച്ഛൻ. ഫോർട്ട് കൊച്ചി പള്ളിയിൽ എൻ്റെ തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം അവിടെ വന്നത്. വളരെ സന്തോഷകരമായിട്ട് അദ്ദേഹം അവിടെ ചെലവഴിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്രയും ദീർഘമായ വർഷം പൗരോഹിത്യം വളരെ മനോഹരമായിട്ടും ചൈൽഡാർത്ത രീതിയിൽ അദ്ദേഹം ചെലവഴിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളിത് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതിൻ്റെ പുറകിൽ ഇത് കോർഡിനേറ്റ് ചെയ്ത ശ്രീ ജോസഫ് മുതൽ ജോയ് സാറും മത്തായി സാറും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ശ്രീ വിൽസൺ, പേരെടുത്ത് പറയുകയാണെങ്കിൽ മൊത്തം എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. എനിക്ക് പള്ളി നിറച്ച് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ തീഷ്ണത, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത. നഷ്ടം സഹിത്ത് നമ്മൾ പ്രതിജ്ഞകൾ നിറവേറ്റണം. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, വരും തലമുറയ്ക്കും ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അത് റെക്ടിഫൈ ചെയ്യപ്പെടുകയും അത് കൃത്യമായിട്ട് വരികയും ചെയ്യുമെന്ന് 100% ഉറപ്പും വിശ്വാസവും ബോധ്യവും എനിക്കുണ്ട്. സമയത്തിൻ്റെ ഒരു നമുക്ക് വരുന്ന നടക്കുമെന്ന് കൃത്യം നമുക്ക് ഒരു പക്ഷെ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ ഉന്നതനായ, പേര് പറയുന്നത് ശരിയല്ല പബ്ലിക് വേദിയിൽ, അദ്ദേഹം കോപ്പിൽ പള്ളിയിൽ ഒരു ക്രിസ്തു കുർബാനയ്ക്ക് വന്നു. മേലധ്യക്ഷന്മാരുടെ നിലയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയായിരുന്നു, അച്ഛാ വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും ഇത് നമ്മുടെ സഭയിൽ നടന്നിരിക്കും. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളോർത്ത് നമ്മൾ നഷ്ടതയിലാകരുത്. ഇതുപോലെ നമുക്ക് മുമ്പേ പോയ വ്യക്തികളുടെ, പ്രത്യേകിച്ച് നെല്ലിശ്ശേരിയത്തിനെ പോലെയുള്ളവരുടെയൊക്കെ ഊർജവും ധൈര്യവും ശക്തിയും പ്രചോദനവും നമുക്ക് എപ്പോഴും ഒരു മുതലായ ഒരു കൈത്താങ്ങായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ പുറകിൽ നിന്ന് സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, നന്ദി അർപ്പിക്കുന്നു. കാക്കനാട് പള്ളിയിൽ ഇന്ന് രാവിലെ അനുസ്മരണം ഉണ്ടായി. അദ്ദേഹം അവിടെ സേവനം ചെയ്തൊരു പള്ളിയായിരുന്നു. എന്നെ അവർ ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്ക് ചില സാഹചര്യങ്ങളിൽ പോകാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ പള്ളിയച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ വരാനായിട്ട് പല അച്ഛന്മാരും തയ്യാറായിരുന്നു. 2-3 പേര് ആശുപത്രിയിലാണ്. നമ്മുടെ ജോർജ് മൂഞ്ഞേരി അച്ഛൻ, സൈമൺ അച്ഛൻ, പലരും ഈ കാലാവസ്ഥ ചെയ്യുമ്പോഴൊക്കെ ഹോസ്പിറ്റലൈസ്ഡിലാണ്. എങ്കിലും അവരുടെയൊക്കെ അദൃശ്യ സാന്നിധ്യം നമുക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഭാവങ്ങളും തളരരുത്. ദേശാടന പക്ഷിയെ എപ്പോഴും ഓർമ്മിക്കണം. നമുക്ക് മുമ്പേ കടന്നു പോകാനും അതുപോലെ സഭയുടെ ചരിത്രത്തിൽ തന്നെ നിങ്ങളുടെ നിശ്ചലമായ ത്യാഗത്തിനും
നിങ്ങൾ എല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് യാതൊരു പ്രതിഫലിച്ചില്ലാതെയാണല്ലോ ഈ പരിപാടി ചെയ്തത്. കയ്യിലെ കാശ് കൊടുത്തുകൊണ്ട് സമയം ചെലവഴിച്ചുകൊണ്ടാണ് ചെയ്തതെന്ന് ആളുകളോട് അറിയാം. വീടുകളിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ പറയും, യങ്സ്റ്റേഴ്സൊക്കെ പറയും എന്ത് കാര്യത്തിൽ ഇങ്ങനെ പോകുന്നതൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്കുടെ ആ ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ടാകണം. സഭ തീരുമാനിച്ച കാര്യം സാധ്യതമാകുവാൻ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ അവകാശം നമ്മൾ എസ്താവിനെ പോലെ ഒരു ഗ്ലാസ് പായസത്തിനോ നിസ്സാര കാര്യങ്ങൾക്ക് തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. നമ്മുടെ പിതാവായ തോമസ്ലിഹായുടെ പ്രത്യേകമായിട്ടുള്ള സഹായവും ഉണ്ടാകട്ടെ. മരിച്ചുപോയ നമ്മുടെ പൂർവികരായിട്ടുള്ളവരും പ്രത്യേകിച്ച് നെല്ലിശ്ശേരിയത്തിനെ പോലെയുള്ളവരുടെയൊക്കെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് ശക്തിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ മൈക്ക് കൈമാറിയ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും 5, 10, 15 മിനിറ്റ് സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തിലാണ്. അധികം സമയമെടുക്കാതെ പോകുന്നതിന് വേണ്ടി ഞാൻ കൃത്യമായിട്ട് കുറിച്ചു വെച്ച കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നിങ്ങൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. ഞാനത് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. ഓരോരോ കാലഘട്ടങ്ങളിലെ ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചത് പ്രവാചകന്മാരിലൂടെയാണ്. പക്ഷേ അധികം പേരില്ല. ഒരു ഏലിയായും ഒരു എലീശായും ഒരു ആമോസും ഒരു ജെറമിയായും ഒക്കെയും. ഇവിടെ ഒത്തിരി പ്രവാചകന്മാരുണ്ട്. അതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, ഏലിയ പ്രവാചകന് ശേഷം എലീശ പ്രവാചകൻ ഉണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷകളിലൂടെ നെല്ലിശ്ശേരി ഉണ്ടായിരുന്ന പ്രത്യേകമായ അഭിഷേകം എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അച്ഛനും ഞാനും ഒരുമിച്ച് പഠിച്ചവരാണ്. അച്ഛൻ മരിച്ചപ്പോൾ വരാൻ പറ്റിയത് പകരം കർണാടകയിലായിരുന്നു. തിരിച്ചു വന്നപ്പം ആ തിങ്കളാഴ്ച തന്നെ ഞാൻ ഒരു വഴിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, അദ്ദേഹം തീർച്ചയായും തീർച്ചയായും സ്വർഗത്തിലാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അപവാദം പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നെല്ലിശ്ശേരിച്ചിൻ്റെ ആ അഭിഷേകം, പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം നമുക്കെല്ലാവർക്കും തുടരാനായിട്ട് സാധിക്കട്ടെ. നെല്ലിശ്ശേരിച്ചിൻ്റെ ആ ധീരത ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രമല്ല, മറ്റ് രൂപതകളിൽ നിന്നും പുറത്തു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് ആത്മായരായ ഞങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. തൃശ്ശൂരിൽ നിന്ന് ഫ്രാൻസിസ് മാഷുടെ ഒരു വീഡിയോ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് ഫ്രാൻസിസ് മാഷുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാലായിൽ നിന്ന് ജെറാൾഡ് എന്ന് പറയുന്ന ഒരു ബ്രദർ, അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ചയിലാണ് അതിറങ്ങിയത്. അത് നരികുളത്തച്ഛ പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, നരികുളത്തച്ഛൻ്റെ പേര് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ആ ജെറാൾഡ് എന്ന് പറയുന്ന സാധാരണക്കാരൻ. അദ്ദേഹം ഒരു കർഷകനാണ്, വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാര്യയും 3 മക്കളുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്കൊക്കെ അത്രയും ഉയരാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉയരാൻ സാധിക്കും. അതിന് ഈ വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എറണാകുളം അങ്കമാലി രൂപതയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ വീഡിയോസ് കാണപ്പെട്ടു. അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തന്നെ സ്വരം മാറി വരുന്നത് എന്നുള്ളതിൻ്റെ
മറ്റൊരു തെളിവാണ് കാലടിയിലുള്ള ഒരു ഭാര്യയും ഭർത്താവും. വളരെ മനോഹരമായിട്ട് സിറമലബാർ കുർബാനയുടെ ഒരു പരമ്പര ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം. ഞാൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയത് 106 നിൽക്കുകയാണ്, തീർന്നിട്ടില്ല. ഉദാശ വചനങ്ങൾ വരെ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ളത് നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ കാലടിയിലുള്ള കർണാടകമാല രൂപതയിലെ ഭാര്യയും ഭർത്താവും കൂടി ഇറക്കിയിരിക്കുന്ന മനോഹരമായ ആ പ്രഭാഷണത്തിൽ 8-9 മിനിറ്റ് വീതമാണ്. അതിലെ ദേവീശാസ്ത്രവും ഇന്നത്തെ പ്രശ്നങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർ കുടുംബജീവിതം നയിക്കുന്നവരാണ്, നിങ്ങളെപ്പോലെയുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. ഇപ്പോൾ ആഗോള സഭയിലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ അനുഭവിക്കുന്നതായ ഈ പ്രശ്നം, ഇത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നമല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ രൂപതക്കാരനല്ല, ഞാൻ ഇടവക വൈദികനുമല്ല. പക്ഷേ എൻ്റെ ദൗത്യത്തിൽ ഞാൻ വർഷങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഇത് ആഗോള സഭയുടെ പ്രശ്നമാണെന്നുള്ളത് ഈ ദിവസങ്ങളിലെ ഈ ആഴ്ചകളിൽ വ്യക്തമായിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പ്രഭാഷണത്തിൽ ആഹ്വാനത്തിലൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കാലോചിതമായ മാറ്റം നടത്തണം. 3 വർഷം മുമ്പ് കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ വീഡിയോ 2K ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത് ഞാനത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ലാളിച്ചൻ പറഞ്ഞ് ഉറപ്പ് തന്നു നമുക്ക്. എന്തുകൊണ്ടാണ്? ഇതുകൊണ്ട് തന്നെയാണ്. പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കാലോചിതമായ മാറ്റം എന്ന് പറയുമ്പോൾ, ഈ കാലോചിതമായ മാറ്റം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ചുരുക്കോളജിയും സൗകര്യോളജിയും അല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. തോന്നുന്നത് പോലെ ഓരോരുത്തർക്ക് ചെയ്യുക എന്നുള്ളതല്ല. കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം വേൾഡ് കപ്പ് തുടങ്ങാൻ പോകും. പല സ്ഥലങ്ങളിൽ വാൾ പോസ്റ്റൊക്കെ ഇറങ്ങാൻ അതിനൊരുക്കമായിട്ടുള്ള കളികൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒന്ന് കേൾക്കാം. ഒരു ആവേശം കിട്ടുന്ന കാര്യമാണ്. ഇപ്പം ഇപ്പോഴത്തെ ഫുട്ബോൾ കളിയുണ്ടല്ലോ, ഈ ക്യാരം ബോർഡ്സിലെ കോയിനിട്ട് ഓടിക്കുന്നത് പോലെ പാസ് ചെയ്ത് പോകും. അത്രയും വളർന്നു. അതെ, കാലോചിതമായ വളർച്ചയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് വളർച്ചയാണ്. ഞാൻ 2 ഉദാഹരണം മാത്രം പറഞ്ഞത്. ഇന്നത്തെ മനുഷ്യന് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കൊടുക്കുന്നതാണ് കാലോചിതമായ മാറ്റം. ഇന്നത്തെ മനുഷ്യന് വിശ്വാസം പോകുന്നു, യുവാക്കൾക്ക് വിശ്വാസം പോകുന്നു എന്ന് പറയുമ്പോൾ കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതാണ്. ഞാനവിടെ നിർത്തിയാണ്. പറ്റുന്നിടത്തോളം നിങ്ങൾ ആ വീഡിയോ കേൾക്കണം. അത് വളരെ പ്രധാനമായിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും എലീശ പ്രവാചകൻ എലിയായിലൂടെ ചൈതന്യം സ്വീകരിച്ചതുപോലെ നെല്ലിശേഖരിച്ചതിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. പഠനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ബോധ്യങ്ങളിലൂടെയും ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ബോധ്യങ്ങളെ ഉറക്കെ പറയാൻ തയ്യാറുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ തീരട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. ഞാൻ ഇത് കുർബാനയുടെ പരമ്പര ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, കാലടിയിൽ നിന്ന് അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിനോട് തന്നിരിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ അവിടെ നിൽക്കാൻ സാധിച്ചത് ദൈവത്തിന് സ്തുതി. നെല്ലിശ്ശേരി അച്ഛനെ കുറിച്ച് ഞാനിപ്പോൾ ദേവസ്വനോട് പറയുകയുണ്ടായി. നെല്ലിശ്ശേരി അച്ഛൻ്റെ കൂടെ ഒക്കെ ചെറുപ്പ കാലത്തൊക്കെ വസിച്ച് ഒരുമിച്ച് നിന്ന് ദേവസ്വനോട് ഞാൻ പറയുകയുണ്ടായി. അച്ഛനെ കുറിച്ച് അച്ഛൻ്റെ സഹോദരൻ തന്നെ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളോട് ദേവസ്വനെ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ആദ്യമായി തന്നെ ഞാനൊരു ക്ഷമാപണം നടത്താണ്. നിങ്ങൾ ഇളവൂർ വന്നപ്പോൾ, നിങ്ങൾ ശവസംസ്കാരത്തിന് വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതിന് ഞാൻ ക്ഷമാപണം നടത്താണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ. അത് പിന്നെ ഞങ്ങളുടെ കൺട്രോളിലായിരുന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുകയാണ്. ഇത്ര ദൂരെ നിന്ന് നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടി ശവസംസ്കാരത്തിനായാലും വന്നു, ഇവിടെ ആയാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിയോടെ വന്ന് ഈ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ
ഞാനും അച്ഛനായിട്ടൊരു 5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അച്ഛൻ 10ാം ക്ലാസ്സാണ്. അന്ന് ഞാൻ കണ്ടിട്ടുള്ള അച്ഛൻ വീട്ടിലിരുന്ന് പഠിക്കില്ല, പുറത്ത് പോയി മരത്തിൻ്റെ മുകളിലോ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് പഠിക്കുന്ന ഒരച്ഛനാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. വീട്ടിൽ കൃഷി ബാക്ക്ഗ്രൗണ്ടാണ്, അത്യാവശ്യമൊക്കെ കൃഷിപ്പണിയിലൊക്കെ സഹായിക്കേണ്ടതുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് അച്ഛൻ പതുക്കെ മുങ്ങും, എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കും. 66-67 കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിൽ 357 മാർക്ക് വേണം. 3 മാർക്കിനാണ് ഫസ്റ്റ് ക്ലാസ് പോയത്. അപ്പൊ അത്രയ്ക്ക് പഠിക്കുകയും ഹാർഡ് വർക്കുകയും ചെയ്യുന്ന ആള് അച്ഛനാവുന്ന അവിടെ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് മാറുമെന്ന്. പക്ഷെ എല്ലാം യാദർച്ഛികമാണ്. അച്ഛൻ്റെ മരണം തന്നെ യാദർച്ഛികമായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ സെമിനാറിൽ പോയി. അപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ 2ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലാണ്. പിന്നെ ഒരു 10 കഴിഞ്ഞപ്പോൾ ഞാനും നാട് വിട്ടു. അപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ എഴുത്തിലൂടെയും വെക്കേഷൻ വരുമ്പോഴൊക്കെ ഞാൻ പല പള്ളികളിലും അച്ഛനിരുന്ന പള്ളികളിലൊക്കെ പോയിട്ടുണ്ട്. തൊണ്ണൂത്തങ്ങട് തൊട്ട് ഇവിടെ തൃപ്പൂണിത്തറ, ആയിരൂര്, അങ്ങനെ പല സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ ഞാൻ കണ്ടേക്കുന്നത് എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും അച്ഛന് മടിയില്ല എന്നുള്ളതാണ്. പട്ടം കെട്ടിയിട്ട് പിന്നെ അച്ഛൻ ഒത്തിരി പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. പൂനെയിൽ പോയി MTH എടുത്തു. കർണാടകയിൽ പോയിട്ടാണ് മറ്റേ ജേർണലിസത്തിൽ മാസ്റ്റേഴ്സ് എടുത്തത്. സോഷ്യോളജിയിൽ മാസ്റ്റേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് MG യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്ത് അച്ഛൻ താമസിച്ചാണ് മറ്റേ ഡോക്ടറേറ്റ് ചെയ്തത്. അന്നൊക്കെ പൂനെയിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇടയന്തരത്തെ പിതാവൊക്കെ അന്ന് പൂനെയിലുണ്ടായിരുന്നു. ഇടയന്തരത്താവ് ജോയിസ് അച്ഛനൊക്കെ. ഇവിടെ ആണെങ്കിൽ കോട്ടയത്താണെങ്കിൽ ആ സമയത്ത് പുത്തമ്പീട്ടിൽ പിതാവ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ, ചെറുപ്പടത്തച്ഛൻ, അവരൊക്കെ. അപ്പോൾ അവർക്കായിട്ട് നല്ല ബന്ധങ്ങളിലായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ ഈ കുർബാന പ്രശ്നവും വേറെയുള്ള അച്ഛൻ്റെ ഒരു പ്രത്യേകത, എന്തിനും ആള് വളഞ്ഞു കൊടുക്കില്ല, കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. സത്യദീപത്തിലായിരുന്നപ്പോഴായാലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അതുകൊണ്ട് അച്ഛനവിടെ നിന്ന് മാറേണ്ടി വന്നു. പ്രെസ്ബിറ്റർ കൗൺസിലുണ്ടായി. അവിടെ ചോദ്യങ്ങൾ വന്നപ്പോൾ അച്ഛൻ ഒഴിവാക്കി എന്നാണ് ഞാൻ മനസ്സിലായി. എനിക്കറിയില്ലണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഏതിനും എന്തിനും പുള്ളി ചോദ്യം ചെയ്യാൻ മടിയില്ലാത്ത ആളും നിലപാടെടുക്കുന്ന ആളുമായിരുന്നു. കുർബാന പ്രശ്നമൊന്നും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ. നല്ല പൊസിഷൻ, നല്ല ഇത്ര വിദ്യാഭ്യാസവും കഴിവുള്ള ആള് ചെറിയ പള്ളികളിലൊക്കെ ഒതുങ്ങി കൂടി. അപ്പം അതാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെടുത്ത നിലപാടുകളിൽ പുള്ളി ഉറച്ചു നിന്നു, പുള്ളി വിശ്വസ്തതയായിരുന്നു. അതാണ് ഞങ്ങൾക്കും സന്തോഷം. അതുകൊണ്ട് ആ വിധത്തിൽ ഞങ്ങൾക്ക് ഖേദമൊന്നുമില്ല. അച്ഛനിപ്പോൾ വലിയ ആളാണെന്ന് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വീട്ടുകാർക്കൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എപ്പോഴും വീട്ടിലോടിയെത്തായിരുന്നു. ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു. നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താവശ്യമുണ്ടെങ്കിലും അച്ഛൻ വരും. ഞങ്ങൾ അപ്പോൾ മരിച്ച ചിലരൊക്കെ പറഞ്ഞു അച്ഛൻ വീട്ടുകാർക്ക് വേണ്ടി മാത്രമേ ചെയ്തോളൂന്ന്. അതൊരിക്കലും ശരിയല്ല. വീട്ടുകാരെ കൊണ്ട് അച്ഛൻ മറ്റുള്ളവർക്ക് ചെയ്യിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വീട്ടുകാർക്ക് അച്ഛനൊന്നും തന്നിട്ടില്ല. പല പിള്ളേരെ പഠിപ്പിനും ചികിത്സയ്ക്കൊക്കെ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്താൽ അച്ഛനും സഹകരിക്കായിരുന്നു. അച്ഛൻ പറയുന്നതിന് ഞങ്ങളും സഹകരിക്കായിരുന്നു. അങ്ങനെയാണ്. അല്ലാണ്ട് അച്ഛൻ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തതായിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നു അച്ഛൻ്റെ വ്യക്തിത്വം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുന്ന അച്ഛനായിരുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും വരായിരുന്നു. അത്ര താങ്ക് യു. നമ്മൾക്ക് അറിയത്തില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അറിയുവാൻ സാധിച്ചു. അച്ഛൻ്റെ ലാളിത്യം, അച്ഛൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് അറിയുവാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ വന്ന ചേട്ടന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അടുത്തായിട്ട് സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൺ ചർച്ച് വൺ കുർബാനയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ശ്രീമാൻ മത്തായി മുതലഞ്ച് സാറ് 2 വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. വേദിയിലെ സദസ്സിലുള്ള ബഹുമാന്യരെ, ഞാൻ ആരുടെയും പേരെടുത്ത് ഇപ്പോൾ പറയുന്നില്ല, കാരണം സമയം പോകും. ഇന്ന് കോൺട്രവേഴ്സി ഉള്ള ഒരു കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഇതൊരു അനുശോചന യോഗമാണ്. നമുക്ക് സഭാ നേതൃത്വത്തോടും ഏകീകൃത കുർബാന നടപ്പാക്കാത്ത എറണാകുളം വലിയ രൂപത്തിലെ
നമ്മുടെ തട്ടിൽ മെത്രാപ്പോലീത്തയോടും മെത്രാപ്പോലീത്തക്കാരി ജോസഫ് ആമളാനും മെത്രാപ്പോലീത്തയോടും ഒക്കെ തർക്കങ്ങളും കാര്യങ്ങളുമുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ പ്രതിപാദിക്കുന്നു. നമുക്ക് പറയാനുള്ള സമയങ്ങളുണ്ട്. ഇനിയും നമുക്ക് സമയം അതിക്രമിച്ചിട്ടില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഞാൻ പറയാൻ വന്നത്, ഈ സഭ എന്തുകൊണ്ടാണ് ആ ജോർജ് നെല്ലിശ്ശേരി അച്ഛനെ എളവൂർ പള്ളിയിൽ വെച്ച് സഭ ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച ഒരു കുർബാന ആ മൃത ശരീരത്തോട്, ഭൗതിക ദേഹത്തോട് അനാദരവ് കാണിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന് അത് എതിർക്കാൻ പറ്റില്ല. അദ്ദേഹം ജീവിതകാലം മുഴുവൻ എതിർത്ത, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുകൂലിച്ച ഏകീകൃത കുർബാന ചെല്ലണ്ട. പക്ഷേ എന്തുകൊണ്ടാണ് സഭ ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച കുർബാന അവിടെ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയെന്ന് ഈ സഭാ നേതൃത്വം, എറണാകുളം അങ്കമാലി അതിരൂപതയല്ല, സഭാ നേതൃത്വം ഈ വിശ്വാസികളായി നമ്മളോട് സമാധാനം പറയേണ്ടത്. ആ ഒരൊറ്റ കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ബാക്കി ഭൗതികമായ നമ്മുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് അവസരമുണ്ട്. നമ്മളിതുകൊണ്ട് നിർത്തുന്നില്ലല്ലോ. ഇന്നുകൊണ്ട് നമ്മൾ ഈ സമരങ്ങളോ സമരകാര്യങ്ങളോ ഒന്നും നിർത്തുന്നില്ല. നമ്മൾ ഈ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ ഇടവുകളും നടപ്പാക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കും. ഇത് നമ്മൾ ഇന്ന് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഈ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മളുടെ സമരം മുന്നോട്ട് പോകും. കാരണം ഈ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ എറണാകുളം അങ്കമാലി അതിലൂടെ കത്തീഡ്രൽ പള്ളി വന്നത് നമ്മൾ ഓർക്കുന്നില്ലേ? അദ്ദേഹം പല പ്രാവശ്യം അത് അന്ന് സിനഡ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ജനുവരിയിലെ സിനഡ് നടക്കുമ്പോഴാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളി, സീറോ മലബാർ സഭയുടെ കത്തീഡ്രൽ പള്ളിയിൽ, അല്ലെ സിംഹാസന പള്ളിയിൽ നമ്മൾ നിരാഹാരവും ആഹാരവും കഴിച്ചുള്ള പ്രാർത്ഥനയുമായിട്ടിരുന്നത്. അന്ന് ഈ സിനഡിലെ മെത്രാന്മാർ മൗണ്ട് സെന്റ് തോമസിൽ ഇതൊന്നും അറിഞ്ഞില്ലേ? അവർക്കൊന്നും നമ്മളോടൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ, നമ്മളോട് ചോദിക്കാമായിരുന്നല്ലോ, അല്ലെ നമ്മളോട് വിളിക്കാമായിരുന്നല്ലോ, മക്കളെ നിങ്ങൾ ഇത് നിർത്താൻ, ഞങ്ങളിത് ശരിയാക്കാമെന്ന് പറയാമായിരുന്നല്ലോ. അവരാരും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് അവർ പറയാൻ? ഈ കേരളത്തിലെ ഈ സീറോ മലബാർ സഭയിലെ സകലമാന മെത്രാന്മാരെയും മെത്രാപ്പോലീത്തമാരെയും അധികാരമുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം കണ്ടവരല്ലേ നമ്മളെല്ലാം. എത്ര തവണ എത്ര പേരിവിടെ പോയി, 10,000-കണക്കിന് മണിക്കൂറുകൾ, ലക്ഷക്കണക്കിന് പണം, ഇതൊക്കെ ഓരോരുത്തരും ചെലവാക്കി. ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല, കോൺട്രവേഴ്സിയിലേക്ക് കടക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് നന്ദി പറയാനായിട്ട് വേറെ ആളുണ്ട്. ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊടുക്കുന്നു. അതിഗംഭീരമായ ഒരു കുർബാനയാണ്. വളരെ കാലം കൂടി ഒരു ഏകീകൃത കുർബാന കണ്ടതുകൊണ്ടായിരിക്കും ഇത് വളരെ നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സമയക്കുറവ് കൊണ്ട് അച്ഛനൊരു 3/4 മണിക്കൂർ കൊണ്ട് ഈ കുർബാന തീർന്നു. വലിയ കാലതാമസം ഇല്ലാതെ കുർബാന തീർക്കാമെന്ന് മനസ്സിലായല്ലോ നമുക്ക്. അതാണ് ഏകീകൃത കുർബാന നമുക്ക് അന്യമല്ല, നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അല്ല സാധാരണ പള്ളിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇല്ല, ഗുഡ്നസ് ടിവിയില്ല കുർബാന കാണുന്നത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന വരുന്ന ഔദ്യോഗികമായിട്ട് വരുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നുകൊണ്ട് വേറെ എവിടെയെങ്കിലും കുർബാന വന്നാൽ പോകാമെന്നുള്ളതല്ല, പോകാറുണ്ട്. അത് വേറെ ഓരോ ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ നമുക്കത് ഉപേക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ കാലത്തല്ല, എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് ആ ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് 1% പോലും കലർപ്പില്ലാതെ, ആരോടും സന്ധി ചെയ്യാതെ, ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ, സത്യസന്ധമായും തൻ്റെ ഇടത്തോടും കൂടി നെല്ലിശ്ശേരി അച്ഛൻ വിഭാവനം ചെയ്തത് എന്താണോ അത് നടപ്പിലാക്കി കിട്ടുവാൻ അവസാന ശ്വാസം വരെ സമരരംഗത്തുണ്ടായിരിക്കും. അതിൽ എന്തെങ്കിലും കലർപ്പ് വരുത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ തൻ്റെ ഇടത്തോടെ ഈ സമരത്തിൽ നിന്ന് ആത്മാഭിമാനത്തോടെ ഇറങ്ങിപ്പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. ഭാവനയിൽ നിന്ന് പല കഥകളും ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും അതിന് പുറകെ ദൗർഭാഗ്യവശാൽ
നമ്മുടെ ഇടയിൽ നിന്ന് പോലും പല ആളുകൾ അതിനെ കമൻ്റ് ഇടുകയും ചെയ്ത് ഹൃദയവേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ എന്താഗ്രഹിച്ചോ അത് നടപ്പിൽ കിട്ടുവാൻ വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ട് മൈക്കിൽ കയറി പിടിച്ചാണ്. എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ കൺകൂടേഷനിൽ കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് എന്നോട് നമ്മുടെ കൂടെയുള്ള ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഇന്ന് വടക്കമ്പാട് അച്ഛൻ്റെ ഒരു ബുക്കിൻ്റെ ഇനാഗുറേഷൻ ആയതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ അല്ലാത്ത വേറെ കുറേ അച്ഛന്മാർ നമ്മുടെ പരിപാടിക്ക് നിന്ന് വരാൻ പറ്റാതെ അവർ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയടം എന്ന് പറയുന്ന ആ കള്ളയച്ഛൻ അവിടെ പോയിട്ട് നമ്മുടെ ഈ അച്ഛൻ്റെ ശവസംസ്കാരത്തിന് അവിടെ പോയി ജനാഭിമുഖ കുർബാന ചൊല്ലി. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടുന്ന് കൂരിയയിൽ നിന്ന് പോയിട്ട് അവിടെ പോയിട്ട് ആ പള്ളിയിൽ പോയിട്ട് ഒരു ജനാഭിമുഖ കുർബാന ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അച്ഛനെ അവഹേളിക്കാൻ വേണ്ടി തന്നെ നടത്തി, യാതൊരു സംശയവുമില്ല. അതവിടെ നിൽക്കട്ടെ. അവസാനമായിട്ട് അവിടെ കുർബാന നടക്കുകയാണെങ്കിൽ നമുക്ക് കൺകൂടി ഉണ്ടായിട്ടുണ്ട്. നന്ദിയുടെ ഒരു വാക്ക് പറയാൻ വേണ്ടി ശ്രീമാൻ നെൽസൺ പടത്തിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും പേരെടുത്ത് പ്രത്യേകം നന്ദി പറയുന്നില്ല, നമ്മെ കുറവുണ്ട്. പിന്നെ നെല്ലിശ്ശേരിച്ചൻ, ഞാനും ഒരു അംഗവാലിക്കാരനാണ്, നെല്ലിശ്ശേരിച്ചൻ ഒരു അംഗവാലിക്കാരനാണ്. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയുടെ ഇടവക്കാരനുമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലുള്ളവർ, അച്ഛൻ്റെ കൂടെ പഠിച്ചവരുണ്ട് പലരും, എൻ്റെ സഹോദരന്മാരൊക്കെ, അവർ പറഞ്ഞിട്ടുള്ളത് ഒരു സെയിൻ്റ്ലി ജീവിതം നടത്തുന്ന ഒരു വൈദികൻ ഞങ്ങളുടെ ഇടവകയിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മൂന്നാമത്തെ അളിയൻ, പുള്ളിയൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ജോർജ് നെല്ലിശ്ശേരിച്ചൻ, അപ്പോൾ ഞാൻ ഒരു അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളൊപ്പം അച്ഛൻ എല്ലാ പരിപാടിയും പങ്കെടുക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ഈ ഏകീകൃത കുർബാനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന പല വൈദികരും എനിക്കറിയാവുന്നതുണ്ട്. സ്വന്തം ഇടവകയിൽ ചെന്നാൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ സാധിക്കില്ല അവരുടെ കയ്യിൽ റിപ്പോർട്ടാണ്. ഇടവക്കാർക്ക് കണ്ടുകൂടാത്ത അച്ഛന്മാർ ഒരുപാട് പേരുണ്ട്. അവരാണ് ഈ നിൽക്കുന്ന ഈ കുർബാനയ്ക്കെതിരെ നിൽക്കുന്ന പലരും. പക്ഷേ എനിക്ക് വളരെ അഭിമാനം തോന്നി എൻ്റെ ഭാര്യ വീട്ടുകാരെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇന്ന് ഞാനതവിടെ പരസ്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അച്ഛനെ കുറിച്ച് മരിച്ച സമയത്തല്ല അങ്ങനെ അതുകൊണ്ട് പറയുന്നതല്ല ഞാൻ. തീർച്ചയായിട്ടും എനിക്ക് അച്ഛനെ കുറിച്ച് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. വാക്കുകളിൽ സത്യസന്ധതയും ഹൃദയത്തിൽ സ്നേഹവും ഉള്ള ഒരു പച്ചയായ മനുഷ്യനായിരുന്നു നെല്ലിശ്ശേരി അച്ഛൻ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനെ കുറിച്ചുള്ള വാക്കുകൾ നിർത്തുകയാണ്. ഇനിയും വേദിയിലിരിക്കുന്ന തരിയനച്ഛൻ, ചിത്രപ്പള്ളി അച്ഛൻ, പിന്നെ നമ്മുടെ മത്തായി സാറ്, ജോയി സാറ്, പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ അച്ഛൻ്റെ സഹോദരൻ ദേവശ്രീയുടെ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ഈ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയത്തിന് കാരണക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ പേരിൽ പ്രത്യേകം എടുത്തെടുത്ത് നന്ദി പറയുന്നു. ഇനിയും ഇവിടെ കുർബാന അർപ്പിച്ച ഈ ആശ്രമ ദേവാലയത്തിലെ വൈദികരുണ്ട്, ഇവിടെ നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന വ്യക്തികളുണ്ട്, പിന്നെ ഇന്നത്തെ പരിപാടി ഇത്ര സക്സസ് ആയിട്ട് നടത്താൻ നമ്മൾ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. പിന്നെ കുർബാനയ്ക്ക് മറ്റ് ചടങ്ങുകൾക്ക് ഗാനം ആലപിച്ച ജൂലിയും മറ്റ് എല്ലാവരും ഉണ്ട്. ഇവർക്ക് നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇവർക്ക് പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമില്ല. എന്നാൽ ഒരു മര്യാദയുടെ പുറത്ത് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കാരുണ്യവനെ കർത്താവ് നമ്മുടെ ഓരോ ഉദ്യമങ്ങളെയും ഫലമണിയിപ്പിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ തണലിൽ ജീവിക്കുവാൻ അവിടുത്തെ ശക്തി നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
വാത്സല്യവും പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എപ്പോഴും നയിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.